ഹലോ എവ്രി വൺ, വെൽക്കം ടു ആമീസ് പിങ്ക് ലൈഫ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു DIY ഫേസ് മാസ്ക് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഫസ്റ്റ് ടൈം ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോ, അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് വീഡിയോസ് കാണാനും പറ്റും. അപ്പോൾ വായോ വീഡിയോയിലേക്ക് പോവാം. മാസ്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് എന്തൊക്കെയാണ് ഈ മാസ്കിലുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസും അതിൻ്റെ ബെനിഫിറ്റ്സും സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുക്കുന്നത് റെഡ് വൈൻ പൗഡർ, ടീ ട്രീ പൗഡർ, പിന്നെ ആലോവേറ ജെൽ, പിന്നെ ഗ്രേപ്പ് സീഡ് ഓയിൽ കൂടെയാണ്. റെഡ് വൈൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഭയങ്കര ബെനിഫിഷ്യൽ, ഹെൽത്ത് ബെനിഫിഷ്യൽ, ഒരുപാട് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ടിൽ യൂസ് ചെയ്താൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് റെഡ് വൈൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്നത് റെഡ് വൈൻ പൗഡറാണ്. അപ്പോൾ റെഡ് വൈൻ പൗഡർ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ. നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മുടെ ഫേസിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും എത്രത്തോളം ബെനിഫിഷ്യൽ ആണെന്നുള്ള കാര്യം നമുക്കറിയണ്ടേ. അപ്പോൾ റെഡ് വൈൻ പൗഡർ നമുക്ക് നോക്കാം, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ റെഡ് വൈൻ പൗഡർ എന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ടും അതിൻ്റെ ഒരു കീ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആൻറ്റി ഏജിങ് ആണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കില്ലേ ആൻറ്റി ഏജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റി ഏജിങ്, സ്കിൻ പ്യൂരിഫിക്കേഷൻ, അതായത് എല്ലാ ഡേർട്ടിനെയും ഒക്കെ റിമൂവ് ചെയ്ത് പ്യൂരിഫൈ ചെയ്യുക. പിന്നെ ഉള്ളത് ഡൾനെസ്, ടാൻ, ഇതൊക്കെ റിമൂവ് ചെയ്യുക. പിന്നെന്താണ്, അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ടീ ട്രീ പൗഡർ എന്നുള്ളത്. അപ്പൊ ടീ ട്രീ ഓയിലിന്റെ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. മെയിൻ ആയിട്ട് ഇത് നമ്മൾ ആക്നി റിഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ടീ ട്രീ ഓയിൽ അല്ലെങ്കിൽ ടീ ട്രീ പൗഡർ, ടീ ട്രീ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടീ ട്രീ കണ്ടന്റ്, അതായത് പൗഡർ വന്നിട്ട് നമുക്ക് ആക്നി റിഡക്ഷൻ, അതുപോലെ തന്നെ എക്സസ് സിബം പ്രൊഡക്ഷനിലൂടെ, സിബം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ നമ്മുടെ സിബം ഗ്ലാൻസിൽ നിന്ന് ഓയിൽ പ്രൊഡക്ഷൻ, ആ ഓയിൽ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, കുറയ്ക്കും. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ടീ ട്രീ ഓയിൽ യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ആലോവേറ ജെൽ. അപ്പം ആലോവേറ ജെല്ലിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് അറിയാത്ത ആരും തന്നെ കാണത്തില്ല. എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. സ്കിന്നിനെ ഒരുപാട് അതിന്റെ വാട്ടർ കണ്ടന്റ് ലോക്ക് ചെയ്യാനും, അതായത് മോയ്സ്ചറൈസേഷൻ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തരാനും, അതുപോലെ സ്കിന്നിനെ സൂത്തൻ ചെയ്യാനും, ഇറിറ്റേഷനും ഇൻഫ്ലമേഷനും ഒക്കെ കുറയ്ക്കാനും, ആക്നെ കുറയ്ക്കാനും, സ്കിൻ നന്നായിട്ട് നമുക്കൊരു ഹെൽത്തി ഗ്ലോ, ഇൻസൈഡ് ഔട്ട് എന്നുള്ള പറഞ്ഞ പോലെ ഒരു ഹെൽത്തി ഗ്ലോ തരാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഇൻഗ്രീഡിയൻറ്റ് ഗ്രേപ്പ് സീഡ് ഓയിലിനെ കുറിച്ചാണ്. അപ്പം ഇവിടെ ഞാൻ എൻ്റെ ഫേസ് മാസ്കിൽ ഒരു 2 ഡ്രോപ്സ് ഗ്രേപ്പ് സീഡ് ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേപ്പ് സീഡ് ഓയിൽ എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അതായത് നമ്മുടെ സ്കിൻ ടൈപ്പ് ബേസ് ചെയ്തിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ മാറ്റിയും കുറച്ച് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്ത് നമ്മൾ കൊടുക്കാം. അല്ല ഇന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇന്ന സ്കിൻ ടൈപ്പ്, അങ്ങനെയല്ല. ഓരോരോ സ്കിൻ ടൈപ്പിന് അനുസരിച്ചിട്ട് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള എമൗണ്ടിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം ഗ്രേപ്പ് സീഡ് ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് കൊളാജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്ത് എലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും, അങ്ങനെ തന്നെ ആൻറ്റി ഏജിങ് തരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ആക്നി റിഡക്ഷന് ഹെൽപ്പ് ചെയ്യും. സ്കിൻ ഗ്ലോ ചെയ്യാൻ, ഒരു ഹെൽത്തി ഗ്ലോ കിട്ടാൻ അതും ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഈ എടുത്ത കണ്ടൻസ് ഒക്കെ തന്നെ നല്ല അടിപൊളി റിസൾട്ട്സ് നമുക്ക് തരുന്ന കണ്ടൻസ് തന്നെയാണ്. ഞാനിവിടെ അതെല്ലാം യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ നമ്മുടെ DIY ഫേസ് മാസ്ക് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ DIY ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ പോയാലോ. ഉണ്ടാക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് വരാം. അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് നമുക്കൊരു ബൗളിലേക്ക് റെഡ് വൈൻ പൗഡർ ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ടീ ട്രീ പൗഡർ ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ആലോവേറ ജെല്ലാണ്. അത് നമുക്ക് ആവശ്യത്തിനുള്ള അളവിൽ ഇട്ട് കൊടുക്കാം. പേസ്റ്റ് ഫോമിൽ എത്രത്തോളം കിട്ടുമോ ആ ഒരു അളവിന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നാലാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയ ഗ്രേപ്പ് സീഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പേസ്റ്റ് ഫോമിൽ കിട്ടുന്നവരെയും നമുക്ക് ഇത് മിക്സ് ചെയ്യണം. ഞാൻ ഫേസ് വാഷ് ഒക്കെ ചെയ്തു ഗൈസ്. ഇതേ ഒരു വെറ്റ്നസ്സിൽ തന്നെ നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നന്നായിട്ട് സർക്കുലർ മോഷനിൽ തന്നെ നല്ല മസാജ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മാസ്ക് ഇടുമ്പോഴത്തേക്കും നെക്ക് മിസ് ചെയ്യരുത്. നെക്ക് പോർഷനിലും ഫേസിലിടുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് വെച്ചേക്കണം ഡ്രൈ ആവാൻ. അപ്പോൾ 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഞാനത് വാഷ് ചെയ്യാൻ പോവാണേ. ഇത്ര ഡ്രൈ ആയാൽ മതി, സെമി ഡ്രൈ ആയാൽ മതി.
അപ്പോൾ ഇതാണ് നമ്മുടെ വാഷ് ചെയ്തിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത്. അപ്പം നന്നായിട്ട് ആ വെറ്റ്നസ് ഒക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കളയാം. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആ ഗ്ലോവും റേഡിയൻസും ബ്രൈറ്റ്നസ്സും ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ അടിപൊളി റിസൾട്ട് തരുന്ന ഒരു അടിപൊളി ഫേസ് മാസ്ക് ആണിത്. ഒരു കെമിക്കൽ ഒന്നുമില്ലാതെ എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ആ ഒരു ഇന്നർ ഗ്ലോ നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്നത്, നമുക്ക് ഇതിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ അറിയാൻ പറ്റുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇത് വീക്ക്ലി ട്വൈസ് യൂസ് ചെയ്താൽ അടിപൊളി റിസൾട്ട്സ് നമുക്ക് കിട്ടുന്നതാവും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട്സ് എങ്ങനെയുണ്ടെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിലൂടെ ഞാൻ വരുന്നത് വരേക്കും ആമി സൈനിങ് ഓഫ്. ബൈ.